പറയേണ്ടത്. കാരണം ഓരോ കുട്ടിയുടെയും സാഹചര്യം വളരെ വ്യത്യസ്തമായിരിക്കും. പല കുട്ടികളും പല രീതിയിലാണ് അവരുടെ സ്കില്ല് അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ കുട്ടിക്കും ഇതിന് വ്യത്യസ്തമായ സാഹചര്യമായിരിക്കും. ആ വ്യത്യസ്തമായ സാഹചര്യങ്ങളും ആ സാഹചര്യങ്ങളിലേക്ക് പോകാവുന്ന വസ്തുതകളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആവണം നിങ്ങൾ കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇതിനോടൊപ്പം ചേർത്തിട്ടുള്ള ആ ഡീറ്റെയിൽ ആയിട്ടുള്ള 52ഓളം വരുന്ന കോഴ്സുകളുടെ ലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും കോഴ്സുകളൊന്ന് തിരഞ്ഞെടുക്കുക. ആ കോഴ്സുകൾ പഠിക്കാൻ ഏതൊക്കെ സ്ഥാപനത്തിലാണ് അവസരമുള്ളത് എന്ന് മനസ്സിലാക്കി വെക്കുക. അതിനനുസരിച്ചൊരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. ആ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഓപ്ഷൻ ലിസ്റ്റ് എന്നുള്ള രീതിയിൽ കീമിൻ്റെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുക. അങ്ങനെ വ്യക്തമായി നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ബ്രാഞ്ചുകളും കോളേജുകളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു നല്ല ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തന്നെ നല്ലൊരു അഡ്മിഷൻ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. നിങ്ങളുടെ 4 വർഷം